ഹലോ, വെൽക്കം ടു റിതൂസ് രുചി വേൾഡ്. ഇത് നമ്മളൊരു നല്ല ഉള്ളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ദോശയ്ക്കും ചോറിനും ഇഡലിക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നമുക്ക് ആദ്യം തന്നെ വറുക്കലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ നമുക്കിവിടെ 250 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഇതിന് കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 4 5 ചെറിയ ഉള്ളി കൂടി ചേർത്ത് ഒപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്താൽ നല്ല രുചിയായിരിക്കും. കറിക്ക് നല്ല മണം ഉണ്ടാവും. അതുകൊണ്ട് അതിനൊപ്പം അത് ചേർക്കുക, കറിവേപ്പിലയും കൂടി ചേർക്കുക. ഈ തേങ്ങയുടെ കളർ നല്ല പോലെ ഒന്ന് ചേഞ്ച് ആവാനുണ്ട്. ഒരു ബ്രൗൺ കളർ ആവുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർക്കുള്ളൂ. അല്ലെങ്കിൽ പൊടികൾ ആദ്യം തന്നെ ചേർത്താൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തേങ്ങയുടെ കളറ് ബ്രൗൺ കളർ ആവണം. അവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ മുളക് പൊടി നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് കളറിനും എരിവിനും ആവശ്യത്തിനുള്ള എരിവുണ്ട്. നമ്മളിനി പച്ചമുളക് കൂടി ചേർക്കും. അപ്പോൾ എരിവ് പാകത്തിനായിരിക്കും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് ചേർക്കാം. ഒരു നല്ല എരിവുള്ള മുളക് പൊടി കൂടി ഇതിൽ കൂടി ചേർക്കാം. കാശ്മീരി ചില്ലിയുടെ ഒപ്പം അത് മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ നമ്മളൊരു കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മുടെ ഉള്ളി 250 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. ആ ഉള്ളി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ട്രാൻസ്ലൂസൻറ്റ് കളറായാൽ മതി. ഒന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് നമ്മളെ കറി വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. കണ്ടോ, ഇപ്പോൾ ഒന്ന് കളർ ഒന്ന് ചേഞ്ചായി ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള പാനിലേക്കോ പാത്രത്തിലേക്കോ നമുക്കിത് മാറ്റി വയ്ക്കാം. ഒപ്പം തന്നെ പരിപ്പ് വേവിക്കണം. നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് വേണം. നല്ല ഒരു ചെറിയ കപ്പിനോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് കുക്കറിൽ ഇട്ട് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുത്താൽ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാനിലേക്ക് ഉള്ളി വറുത്ത് വെച്ചത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പുളി വല്ലാതെ പുളിയുള്ള പുളിയല്ല, അതുകൊണ്ട് ഇതിൽ 2 പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടി ചേർക്കുക. അതിനുശേഷം ഒരു തക്കാളിയുടെ ആവശ്യമുണ്ട്. ഒരു ചെറിയ തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 പച്ചമുളക് കൂടി ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പും ഇപ്പോൾ ചേർക്കാം. നമുക്ക് പരിപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇതൊന്ന് തിള വന്നു കഴിഞ്ഞാലാണ് നമ്മളിനി അരപ്പുകളൊക്കെ ചേർക്കുന്നുള്ളൂ. കണ്ടോ, ഇനിയിപ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ കായത്തിൻ്റെ ഫുൾ കായാണുള്ളതെങ്കിൽ നമ്മൾ ഉഴുന്ന് പരിപ്പ് വറുക്കുന്നതിന് മുമ്പ് ആ കായം ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മൾ നല്ലപോലെ തള വന്നിട്ടുണ്ട്. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കായം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്ന് മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണ്. അത് നല്ലപോലെ ചേർക്കുക. ഒപ്പം തന്നെ അതിനോടൊപ്പം ചേർത്ത് കഴുകിയിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. കാരണം ഈ ഉള്ളി സാമ്പാറിൽ പെട്ടെന്ന് തന്നെ അത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് കുറുകി വരും ചാറ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ തന്നെ ഒഴിക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാനൊരു മിക്സി കഴുകിയ ജാറിലെ വെള്ളവും 1 കപ്പ് വെള്ളം കൂടി ചൂടുവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതൊന്നും കൂടി ഒഴിച്ച് നല്ലപോലെ പാകത്തിനുള്ള വെള്ളമാക്കിയിട്ടുണ്ട്. കണ്ടോ, 1 കപ്പ് ചെറിയ ചൂടുവെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിക്കാം. നല്ലപോലെ തിളപ്പിച്ച് കറിയിൽ ചാറൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി സാമ്പാറിനുള്ള പകുതി ഭാഗം കഴിഞ്ഞു. ലാസ്റ്റ് ഭാഗത്തിലേക്ക് അടുക്കുകയാണ്. അതിന് നമുക്കിനി വറുത്തിടണം. വറുത്തിടാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, അതുപോലെ 1 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ താളിച്ച് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ സൂപ്പർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാമ്പാറാണ്. നമ്മൾ വെണ്ടക്കായും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ടുന്ന സാമ്പാറുണ്ടല്ലോ, അതിനേക്കാൾ ഇരട്ടി രുചിയാണ് ഉള്ളിയുടെ സാമ്പാർ. ചെറിയുള്ളി തന്നെ വേണം.
ചെറിയുള്ളിയുടെ സാമ്പാറിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ കൂടെ എടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതൊരു പ്രചോദനമാണ്. അതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് റിത്തൂസ് രുചി വേൾഡ്.